സഖാവ് പാർട്ടി ഓഫീസിൽ പോയിട്ട് വരുവാ. ഇന്ന് ആറ് കല്യാണം. കേരള സ്റ്റോറിയുടെ കള്ളക്കഥ പൊളിച്ചിട്ട് നല്ല സങ്കടം ഉണ്ടല്ലേ? എന്തിന്? വെറും 17 വയസ്സ് മാത്രമുള്ള ഒരു കൊച്ച് പ്രേമിക്കണോന്ന് പറഞ്ഞ് വന്നപ്പോ ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത സഖാക്കന്മാരുടെ ക്ലാസും വിവരമൊക്കെ അതാ ലോകം കണ്ടു. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് മോനെ. ജാതി മതങ്ങൾക്കപ്പുറമാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹം. സ്നേഹിക്കുന്നവർക്കൊപ്പം നിൽക്കലാണ് ഞങ്ങൾ സഖാക്കന്മാരുടെ ഒരു രീതി. സ്നേഹിക്കുന്നവർക്ക് മിനിമം പ്രായപൂർത്തിയായോ എന്നെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു. ഇതിപ്പോ പോക്സോയല്ലേ കേസ്. അറിഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. കല്യാണം നടത്തി കൊടുത്ത എല്ലാവരും ഉത്തരം പറയേണ്ടി വരും. അതിനാ പെൺകൊച്ചിന് 18 ആയല്ല. ആധാർ കണ്ടില്ലേ? അത് കണ്ടായിരുന്നു. ആധാറിൽ QR കോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഏതോ പൊട്ടനുണ്ടാക്കിയ ഒരു സാധനല്ലേ. അപ്പൊ എന്റെ പേരെന്താണ് അതിനകത്ത്? പെണ്ണിന്റെ പേര് മൊണാലിസ. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പത്രത്തിലൊക്കെ വന്നല്ലേ. ഉണ്ടാ ആ പെണ്ണിന്റെ പേര് മോനി ഭോസ്ലെ എന്നാണ്. മൊണാലിസ എന്നുള്ള പേര് നീ പറഞ്ഞ പോലെ ചാനലുകാർ ഇട്ടതാണ് കാണാൻ ഭംഗിയുള്ളത് കൊണ്ട്. ആധാർ മാത്രമല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാം വ്യാജമാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം കോടതിയിൽ നിലനിൽക്കാൻ പോണില്ല. പണി പാളിയാ. പാളി വേഗം മാരേജ് ബ്യൂറോയും കൂട്ടി ആ ഗോവിന്ദനോടും ടീമിനോടും സ്ഥലം വിട്ടോളാൻ പറ. എന്നാലും എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചിനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വെറും മൂള സ്റ്റോറിയാണ് കേരളത്തിന്റെ നോർത്തിലും കൂടി അറിയിച്ച് നാറ്റിച്ചല്ലോടെ. റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ അടിച്ചിട്ട് നീ മധ്യപ്രദേശ് ജയിലിൽ കിടക്കേണ്ടി വരും.